നിയുക്ത കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എംഎൽഎമാരുടെ പിന്തുണക്കത്ത് ഗവർണർക്ക് കൈമാറി. നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷമാണ് സതീശനും യു.ഡി.എഫ് നേതാക്കളും ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടത്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതേസമയം നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല ഇന്ന് വിട്ടുനിന്നു. യു.ഡി.എഫ് യോഗം നാളെ ചേരും. സർക്കാർ രൂപീകരണത്തിനായി വി.ഡി. സതീശൻ ലോക്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറുകയും മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കുക. തിങ്കളാഴ്ച തന്നെ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വിവരം. എന്നാൽ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ചയാണ് നടക്കുക. വൈകിട്ട് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ ഐക്യകണ്ഠമായി വി.ഡി. സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. സണ്ണി ജോസഫ് അവതരിപ്പിച്ച പ്രമേയത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്താങ്ങുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്ത സാഹചര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച രമേശ് ചെന്നിത്തല നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം.